നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത് വെച്ചാൽ മകം, പൂരം, ഉത്രം നക്ഷത്രം ഈ നാളുകാരുടെ ഫലത്തെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത്. എന്താണെങ്കിലും ധാരാളം സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നുമല്ല, എന്നാൽ കൂടി ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. സാരം എന്താണെങ്കിലും ഉള്ളതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് വാസ്തവത്തിൽ. പ്രധാനമായിട്ട് ചെലവുകൾ ഇപ്പം നമുക്ക് പൊതുവെ എല്ലാവർക്കും ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ ധാരാളം ചിലവുകൾ ഉണ്ടാവും. ചില സമയത്ത് നമ്മുടെ ചിലവുകൾ വർദ്ധിക്കും നമ്മളുടെ ചില പ്രവൃത്തികൾ കൊണ്ടേ. അപ്പോൾ ധനപരമായിട്ടുള്ള ചിലവുകൾ അങ്ങോട്ട് വർദ്ധിക്കും. ഈ നാളുകാർക്ക് എന്തോരം കാശിട്ടിയാലും അത് ഒരു തികയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. ഇവരുടെ സാഹചര്യങ്ങൾ ധനം കിട്ടില്ല എന്നല്ല, ധനം കിട്ടും. പക്ഷെ ധനം കിട്ടുമ്പോൾ നമുക്കതിൽ കൂടുതൽ ചിലവുകൾ വന്ന് ചേരും. അങ്ങനത്തെ ഒരു സമയമാണിത് ഈ ആരംഭിച്ചാക്കണതേ. അപ്പം അതൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പറയണമെങ്കിൽ ത്വക്ക് സംബന്ധമായിട്ട് നമുക്ക് ചില അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. ത്വക്ക് സംബന്ധമായിട്ട് ചില അസുഖങ്ങൾ, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ലോഹ്യങ്ങളും അലോഹ്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഒരാളോടും വാക്തർമ്മത്തിനും വാക്സാമർഥ്യമൊന്നും പോവാതിരിക്കുക. കാരണം നമുക്ക് അതിനകത്തൊക്കെ തോൽവി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോടെങ്കിലും വാക്കേറ്റമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, സംസാരിച്ച കാര്യങ്ങൾ വഷളായി കഴിഞ്ഞാൽ നമുക്കതിൽ വിജയം കണ്ടെത്താൻ സാധിക്കില്ല. അത് വിഷമസന്ധിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും സമയമൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ത്വക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉദരമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും വരാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും സുരക്ഷിതമായിട്ട് സൂക്ഷ്മമായിട്ടൊക്കെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ കേട്ടിട്ടില്ലേ, ഈ പ്രളയ ഭയവും അല്ലെങ്കിൽ കാലവർഷക്കെടുതിയൊക്കെ വരുമെന്നൊരു അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ സന്ദർഭമൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്കല്പം രോഗാവസ്ഥകളും ബുദ്ധിമുട്ടുകളും വരാനുള്ള ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ, അത് വരാതിരിക്കാൻ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉദരമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ട് അസുഖങ്ങൾ, ത്വക്ക് സംബന്ധമായിട്ട് അസുഖങ്ങൾ എന്നിവയൊക്കെ അല്പം ബാധിക്കാനുള്ള ഒരു സന്ദർഭവും സമയമൊക്കെയാണ്. അപ്പോൾ അതൊന്നും ബാധിക്കാതിരിക്കാൻ ഏറ്റവും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം. ധനാഭിവൃദ്ധി ഉണ്ടാവും, വിഷമിക്കാനില്ല. ധനം പല വിധേന വരാനും നമുക്ക് യഥാവിധി കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള സന്ദർഭവും സമയമൊക്കെയാണ്. അതൊക്കെ സാധിക്കും. തൊഴിലാണെങ്കിൽ അല്പം അലോഹ്യങ്ങൾ, കലഹങ്ങളും പറയാറുണ്ട്. തൊഴിൽ മേഖലയിൽ പല വിധേന ചില കലഹങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ഒരു സാഹചര്യവും സാധ്യതയൊക്കെ ഉണ്ട്. നമ്മളുടെ സംരംഭങ്ങളുണ്ടെങ്കിൽ നമുക്ക് പല സംരംഭങ്ങൾ ഉണ്ടാവും. ആൾക്കാർക്ക് പല വിധേനയുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തും ചില അലോഹ്യങ്ങൾ, കലഹങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ആൾക്കാരുടെ ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്ത്രീകൾക്കാണ് ധാരാളം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. പുരുഷന്മാർക്ക് അത്രയും ബാധിക്കില്ല. എന്നാൽ കൂടി അല്പം ഉണ്ടാകും. എന്നാലും ഭൂരിഭാഗവും സ്ത്രീകൾക്ക് ഈ മകം, പൂരം, ഉത്രം നാളുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. ശരീര ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നെ പറയണമെങ്കിൽ ചില ദുഃഖാനുഭവങ്ങൾക്കിടയിൽ വരും. ഏതെങ്കിലും മുഖേനയൊക്കെ നമുക്ക് സങ്കടാനുഭവങ്ങൾ വന്ന് ചേരും. അതിനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാനും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഘടകം. പിന്നെ പറയണമെങ്കിൽ വിദേശ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം വിദേശ കാര്യങ്ങൾക്ക് നമുക്ക് തടസ്സമാണ്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് വിദേശത്ത് പോകാനോ പഠിക്കാനോ അവസരങ്ങൾ വന്നു ചേരാനൊക്കെ അല്പം തടസ്സമുള്ള സമയവും സന്ദർഭമൊക്കെയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. നല്ലതാണ്. അനാവശ്യമായിട്ട്
ആൾക്കാർ ധാരാളം സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പണം കൊടുക്കുന്നുണ്ട് വിദേശത്ത് പോകാനൊക്കെ ആയിട്ട്. ധാരാളം ആൾക്കാർ കബളിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കളയാം. വിദേശമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അനുയോജ്യമല്ല ഈ സന്ദർഭം, ഈ സമയമൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ കച്ചവട കാര്യങ്ങൾക്കും അനുകൂലമല്ല. ചില വാഹന കച്ചവടങ്ങൾ, സ്ഥല സംബന്ധമായിട്ടുള്ള കച്ചവടങ്ങൾ, മറ്റ് കച്ചവടങ്ങൾ അതിനൊട്ടും പൂർണ്ണമായിട്ട് അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ട് വരാതെ നോക്കണം. എന്നാൽ കൂടി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ധനകാര്യങ്ങളിൽ കുറച്ച് അഭിവൃദ്ധി പറയുന്നുണ്ട്. ധനം വന്നു ചേരാനും കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കും. ഈ ധനത്തിൻ്റെ ബുദ്ധിമുട്ടില്ലായ്മ കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റി കൊണ്ടുപോകാൻ സാധിക്കും. കാരണം പ്രധാനം ധനമാണല്ലോ. അപ്പോൾ ധനം ഇല്ല, ധനം കൈകാര്യം ചെയ്യാനില്ല, ആവശ്യങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ധാരാളം കൂടുള്ളൂ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ധനമുള്ളത് കൊണ്ട് സാധിക്കും. അപ്പോൾ അതൊരു സന്തോഷസ്ഥിതിയാണ്. പിന്നെ വിവാഹാദി കാര്യങ്ങൾ നോക്കണ ആൾക്കാർക്ക് അതൊരു ഗുണസ്ഥിതിയാണ്. അത് നടക്കാനും ഉറക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട്. വിവാഹങ്ങൾ, പുതിയ നല്ല കാര്യങ്ങൾ വരാനും അവയെല്ലാം നടക്കാനും ഉറയ്ക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണിത്. അതൊക്കെ ഗുണസ്ഥിതിയും സന്തോഷസ്ഥിതിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ കൈകാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട്. അപ്പോൾ അത് സന്തോഷമായിട്ട് ആഹാര കാര്യങ്ങളിലൊക്കെ ആലോചിക്കുക. ഉടനടി അത് ഉറക്കാനും നടക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും സമയമൊക്കെ ഉണ്ട്. പിന്നെ ചില പ്രണയ കാര്യങ്ങളിലൊക്കെ വിരഹതകളും അകൽച്ചകളൊക്കെയാണ് പറയണം. പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പ്രണയിച്ച് നിന്നിട്ട് വിവാഹത്തിലേക്ക് എത്തുന്ന ആൾക്കാർ, അവർക്കൊന്നും അത്ര ഗുണസ്ഥിതിയല്ല. അതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. പിന്നെ അനാവശ്യമായിട്ട് നമ്മൾ പല കാര്യങ്ങളിലും മധ്യസ്ഥക്കൊക്കെ നിൽക്കും. എല്ലാവർക്കും ഭൂരിഭാഗം ആൾക്കാർക്കൊക്കെ ഉള്ളൊരു പണിയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് ചേരുമ്പോൾ അതിൻ്റെ മധ്യസ്ഥക്ക് പോയി നിൽക്കും. അത് ഞാൻ മുഖേന ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് എൻ്റെ ഇത് കൈകാര്യം ചെയ്തുകൊള്ളാം, ഞാനതിന് ഉറപ്പ് പറയുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ ഈ നാളുകാർ പോകണ്ട. ഇതൊക്കെ നമുക്ക് തിരിച്ച് ദോഷമായിട്ട് വരും. നമ്മൾ ഉപദ്രവിക്കുന്ന സ്ഥിതി വരും. നമുക്ക് മോശപ്പേര്, അപകീർത്തി എന്നിവ വന്നു ചേരും. ചിലപ്പോൾ നമുക്കത് കുടുംബമായിട്ടൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾക്ക് പോവാതിരിക്കാം. ഈ സമയത്ത് നമ്മളൊരു അസുഖം ബാധിച്ചു എന്ന് വിചാരിക്കാം. നല്ല രീതിയിൽ പനിയും വയറിന് അസ്വസ്ഥതകളും ബാധിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അനാവശ്യമായിട്ടുള്ള കുറേ ആഹാരങ്ങളും യാത്രകളും മറ്റ് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കും. എന്താണ്? ഇതൊന്ന് മാറണ്ടേ, ഈ ബുദ്ധിമുട്ടിൽ നിന്നൊന്ന് മോചനം കിട്ടണ്ടേ, ഈ അസുഖത്തിൽ നിന്നൊരു മോചനം കിട്ടണ്ടേ. അപ്പോൾ അതുപോലെ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സന്ദർഭമാണെന്ന് മനസ്സിലാക്കി തന്നെ മറ്റാൾക്കാരിലേക്ക് കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ നോക്കാന്നുള്ളതാണ്. ഇടപെടുന്നുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളതൊക്കെ വന്നു ചേരാനുള്ള ഒരു സാഹചര്യവും സമയമൊക്കെയാണ്. അപ്പോൾ അതിനകത്തൊന്നും ചെന്ന് വീഴരുത്. ആർക്കും ഉണ്ടാവരുത് വിഷമങ്ങൾ, സങ്കടങ്ങളൊന്നും. അതിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പറയണമെങ്കിൽ ഈ ചില തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നമ്മൾ ധാരാളം മുകളിലൊക്കെ നിന്നും പല തട്ടുമ്പൽ നിന്നും കയറുമ്പോൾ നിന്നൊക്കെ ചെയ്യുന്ന ചില ജോലികളുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം വീഴ്ചകൾക്ക് സാധ്യത ഉള്ളൊരു സമയം കൂടിയാണിത്. ഈ മകമ്പുരുത്രക്കാരൊക്കെ എവിടെയെങ്കിലും വാഹനമായിട്ടും തൊഴിലായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചെറിയ വീഴ്ചകൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം വേണം. അല്ലെങ്കിൽ വിഷമസന്ധികൾ ഉണ്ടാവും. എന്താണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ച ഈ നാളുകാർക്കുള്ള ചില അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ധനകാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവും, അത് വിഷമിക്കാനില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അലോഹ്യങ്ങൾ, കലഹങ്ങളൊക്കെ വന്ന് ചേരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഉദരമായിട്ട് ബന്ധപ്പെട്ട്, ത്വക്കായിട്ട് ബന്ധപ്പെട്ട്, ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ദാമ്പത്യജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പ്രണയ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരാനും ഭിന്നമായി പോകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അങ്ങനത്തെ സമയമാണ്. കച്ചവട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതൊക്കെ പരമാവധി ഈ സമയത്ത് കുറപ്പം ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് നഷ്ടത്തിലേക്ക് വരാൻ
സാധ്യതയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കുക. വിദേശകാര്യങ്ങളിലേക്കുള്ള പണം കൊടുക്കലും അല്ലെങ്കിൽ എഗ്രിമെൻ്റ് വെക്കലൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ധനമായിട്ട് ബന്ധപ്പെട്ട് ഗുണസ്ഥിതിയാണ്, പേടിക്കാനില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിന് വിഷമിക്കാനില്ല. ഇതിനൊക്കെ പ്രായശ്ചിത്തം പരിഹാരങ്ങളും വഴിപാടുകളൊക്കെ ഉണ്ട്. അയ്യപ്പനി എല്ലതിരി നീരാഞ്ജനം എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കുക. ഈ നാളുകാർ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാനായിട്ട്. പിന്നെ ഭദ്രയ്ക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന കഴിക്കുക. അതുപോലെ തന്നെ കടുംബായുസം കഴിക്കുക. നല്ലതാണ്, വളരെ നല്ലതാണ്. ഭദ്രകാളിക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന, കടുംബായുസം, അയ്യപ്പന് എള്ളതിരി, നീരാഞ്ജനം, മഹാദേവന് പിൻവിളക്ക്, കൂവളമാല എന്നീ വഴിപാടുകൾ കഴിച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടിനൊരു ശമനം ഉണ്ടാകും. ധാരാളം ബുദ്ധിമുട്ടിലേക്കൊന്നും പോവില്ല. ആപത്തുകൾ നമ്മളെ ഒഴിവാക്കിയെടുക്കും, ഒഴിവായി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ആരും ഒരു സങ്കടത്തിലേക്കും വിഷമത്തിലേക്കൊന്നും പോകരുത്. പഞ്ഞമാസമൊക്കെയാണ്, കർക്കിടക മാസമൊക്കെയാണ്. അപ്പോൾ ആ സമയത്തൊന്നും ബുദ്ധിമുട്ടിലേക്കൊന്നും പോയി ഇനി വരുന്ന നല്ല കാലങ്ങൾ നന്നായിട്ട് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും മുടക്കരുത്. ഒരു മാസം കഴിഞ്ഞ് ഓണായി, അപ്പോൾ നല്ല രീതിയിൽ കുടുംബമായിട്ടൊക്കെ ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് പെടാതെയൊക്കെ നോക്കണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ആ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാവുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.